മുമ്പൊരു സൈക്കോളജിയുടെ മാഷ് ഗേൾസിനോട് ഉപദേശിച്ചത് കൃത്യമായി ഓർമ്മയുണ്ട്. നിങ്ങളാരും OCD ഉള്ള ആണുങ്ങളെ കല്യാണം കഴിക്കരുത്. അത് നിങ്ങളുടെ ഇല്ലായ്മയിലേക്ക്, നിങ്ങളുടെ ജീവിതം തന്നെ തകിടം മറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് അദ്ദേഹം വാൺ ചെയ്തത്. ഇപ്പോൾ മുംബൈയിലുള്ള ഒരു വാർത്ത ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. നിഖിൽ എന്ന ഭർത്താവ് വിശാഖ എന്ന പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത മറ്റൊന്നുമല്ല, ഇയാളുടെ സംശയരോഗം എത്രമാത്രമുണ്ട് എന്നറിയുമോ? ഒടുവിൽ അയാൾ കിടപ്പുമുറിയിൽ CCTV ഇൻസ്റ്റാൾ ചെയ്തു. ഈ സംശയരോഗം ഇതിങ്ങനെ വകഞ്ഞു മുറുക്കി ഈ പെൺകുട്ടി സങ്കടത്തിൻ്റെ നീർച്ചൂളയിൽ ഇരുന്നു കൊണ്ട് അവസാനം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. വിശാഖ മരിച്ചതിൻ്റെ കാരണം നിഖിലിൻ്റെ സംശയരോഗം മാത്രമാണ്. അപ്പോൾ ഈ OCD ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചിലപ്പോൾ മനസ്സിലായി വരില്ല. ബന്ധുക്കൾ ചേർന്നുകൊണ്ട് ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ജീവനുകൾ അപായത്തിലേക്ക്, ഇല്ലായ്മയിലേക്ക് പോവേണ്ടി വരും. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അതിൻ്റെ ഏതെങ്കിലും ഒരു സൂചന നമുക്കുണ്ടെങ്കിൽ അത് കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ട് നീക്കം ചെയ്യാനുള്ള പരമാവധി യത്നങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകത്തെ സംശയത്തിൻ്റെ നിഴലിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തെ തന്നെ പ്രശ്നകലുഷിതമാക്കി സങ്കടത്തിലേക്കും ദുഃഖത്തിലേക്കും എത്തിച്ചുകൊണ്ട് ഒരുപക്ഷെ ജീവിതം തന്നെ ഒരു ഭാരമായിട്ട് മാറിയേക്കാം. നമ്മൾ കാരണം ഒരാളും കഷ്ടപ്പെടരുത്, ഒരു ജീവനും ഇല്ലാതായിക്കൂടാ.